Hi friends, welcome to Techispace Malayalam. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme 5i vs Realme 5s സ്പീഡ് ടെസ്റ്റ് ആണ്. റിയൽമിയുടെ തന്നെ രണ്ട് ഫോണുകൾ 9000 രൂപ ബഡ്ജറ്റിൽ ഇറങ്ങിയ Realme 5iയും 10000 രൂപ ബഡ്ജറ്റിൽ ഇറങ്ങിയ Realme 5sഉം. പക്ഷെ രണ്ടിൻ്റെയും പ്രോസസ്സർ സെയിം ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്പീഡ് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, എന്തെങ്കിലും ഏത് ഫോണാണ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. സെയിം പ്രോസസ്സറും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ എൻ്റെ പെർഫോമൻസ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എത്രത്തോളം വ്യത്യാസമുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ റാം മാനേജ്മെൻറ്റും നമ്മൾ നോക്കുകയാണ്. 2 റൗണ്ടായിട്ടാണ് നമ്മുടെ സ്പീഡ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് 1 മിനിറ്റും 11 സെക്കൻഡ് കൊണ്ട് Realme 5i പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം 1 മിനിറ്റും 13 സെക്കൻഡ് കൊണ്ടാണ് Realme 5s ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റിലേക്ക് വരാം. റാം മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ 1 മിനിറ്റും 41 സെക്കൻഡ് കൊണ്ട് Realme 5i ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം 1 മിനിറ്റും 42 സെക്കൻഡ് കൊണ്ടാണ് Realme 5s ഫസ്റ്റ് റൗണ്ട് മുഴുവനായി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു വേരിയേഷൻ മാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. രണ്ട് ഫോണുകളും സെയിം പ്രോസസ്സറായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇൻറ്റൻസീവ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുന്ന സെക്കൻഡ് റൗണ്ടിൽ ഏത് ഫോണാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത്, രണ്ട് ഫോണിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കാം.
സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് റിയൽമി 5i 3 മിനിറ്റും 12 സെക്കൻഡ് എടുത്താണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതേസമയം റിയൽമി 5s അല്പം കൂടി ഭേദപ്പെട്ട രീതിയിൽ 3 മിനിറ്റും 2 സെക്കൻഡ് കൊണ്ട് സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റിലേക്ക് വരാം. റാം മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ 6 മിനിറ്റും 5 സെക്കൻഡ് കൊണ്ട് റിയൽമി 5i സെക്കൻഡ് റൗണ്ട് മുഴുവനായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം റിയൽമി 5s 6 മിനിറ്റ് 23 സെക്കൻഡ് എടുത്താണ് സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് റിയൽമിയുടെ തന്നെ 2 ഫോണുകൾ 9,000 രൂപ ബഡ്ജറ്റിലും 10,000 രൂപ ബഡ്ജറ്റിലും 2 ഫോണുകളാണ്. സെയിം പ്രോസസ്സർ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഒരല്പം കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് റിയൽമി 5i ആണ്. അതായത് 9,000 രൂപയിൽ ഇറങ്ങിയിരിക്കുന്ന റിയൽമി 5i ആണ് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗിവ്വേകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.